ഓം ശാന്തി. ഒരിടത്ത് ആര്യൻ എന്നു പേരുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവനിപ്പോൾ വളരെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനൊരു ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു. അവർ നല്ലൊരു മെഡിറ്റേറ്റർ ആയിരുന്നു. അല്പം സ്പിരിച്വൽ മൈൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മുമ്മ. കാരണം ആ അമ്മുമ്മയോട് നമ്മുടെ ആര്യന് ഭയങ്കര അറ്റാച്ച്മെന്റാണ്. കാരണം അവനെല്ലാം അവൻ്റെ അമ്മൂമ്മയാണ്. ഏത് കാര്യത്തിനും അവൻ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനും അവർ ഡയറക്ഷൻ കൊടുക്കുന്നതിനുമെല്ലാം അമ്മൂമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ആര്യന് കുഴപ്പമുണ്ട്. അവൻ നല്ല മിടുക്കനാണ്, സൽസ്വഭാവിയാണ്. എങ്കിൽ തന്നെയും അവൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഗെയിംസ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വന്നിട്ട് അവൻ്റെ മനസ്സെപ്പോഴും റഷായ തിരക്ക് പിടിച്ച ഹൈവേ പോലെയാണ്. ചിന്തകളാകുന്ന വണ്ടികൾ, കാറും ബസ്സും ലോറി സ്കൂട്ടറും സൈക്കിളും ഇതെല്ലാം അങ്ങോട്ടും, അതായത് ചെറുതും വലുതുമായ ചിന്തകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് പാഞ്ഞ് അവൻ്റെ മനസ്സ് വളരെയധികം റഷായിരുന്നു. എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിന്തകളുടെ ട്രാഫിക് വളരെ കൂടുതലായിരുന്നു. ഒരു ദിവസം അവൻ്റെ അമ്മൂമ്മ അവനോട് ചോദിച്ചു, നിനക്കറിയാമോ ഒരു സൈലന്റ് വൈഫൈ ഉള്ള കാര്യം? നീ എപ്പോഴും വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീ ഉപയോഗിക്കുന്ന ഈ നെറ്റ്വർക്കിനേക്കാൾ പവറുള്ള ഒരു സൈലന്റ് വൈഫൈ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈഫൈ. അതെന്താ നിനക്കറിയാവോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വായ്, എന്ത്, അങ്ങനത്തെ വൈഫൈ ഉണ്ടോ? അമ്മൂമ്മ പറഞ്ഞുകൊണ്ട്, എനിക്ക് ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുമോ? അവൻ ചോദിച്ചു. അമ്മൂമ്മ പറഞ്ഞു, വൈസ്ലെസ്. ആ പവർഫുൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള നല്ല സ്പീഡുള്ള നല്ല ഡേറ്റ ഉള്ള ഹൈ സ്പീഡുള്ള നെറ്റ്വർക്കാണ് ഈ സൈലന്റ് വൈഫൈ. അങ്ങനെയാണെങ്കിൽ തൻ്റെ യൂട്യൂബ് ഗെയിം കളിയൊക്കെ എന്ത് ഫാസ്റ്റ് ആവും. ഉടൻ തന്നെ ആര്യൻ പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുമോ? ഉടൻ തന്നെ അമ്മൂമ്മ പറഞ്ഞു, അത് വൈസ്ലെസ് എന്ന് അടിച്ചാൽ മതി. വളരെ ആകാംക്ഷയോടെ അവൻ ചോദിച്ചു, വൈസ്ലെസ്? അങ്ങ് ശരി, ഓക്കെ, അമ്മൂമ്മ പറഞ്ഞു, ഞാൻ പാസ്വേഡ് തരാൻ, നിനക്ക് അല്പസമയം നീ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. അപ്പോൾ അമ്മൂമ്മയുടെ നിർദ്ദേശപ്രകാരം 10 മിനിറ്റ് അവൻ അമ്മൂമ്മയുടെ ഒപ്പം ധ്യാന നിമഗ്നനായിരുന്നു. മീൻസ് കുറച്ച് സൈലന്റ് ആയിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്നു. വൈഫൈ എല്ലാം മാറ്റിവെച്ച്, മൊബൈൽ ഫോണെല്ലാം മാറ്റിവെച്ച് അവൻ കുറച്ച് സമയം അമ്മൂമ്മ എന്ത് പറഞ്ഞോ അത് ചെയ്യാൻ വേണ്ടി റെഡിയായി. തുടക്കത്തിലൊക്കെ അവന് ബുദ്ധിമുട്ടായിരുന്നു. അടങ്ങിയിരിക്കുക, ചിന്തിക്കാതിരിക്കാൻ പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുമല്ലോ. അവൻ്റെ ചിന്തകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ തുടങ്ങി, അസ്വസ്ഥമാകാൻ തുടങ്ങി. അവന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നതേയില്ല. എന്നാൽ പതുക്കെ പതുക്കെ അവനൊരു പീസ്ഫുൾ ഫീലിങ്സ് അനുഭവിക്കാൻ തുടങ്ങി. എവിടെ നിന്നോ എങ്ങനെയോ അവൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി. ആരോ വന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ചിന്തകളെ ലഘൂകരിക്കുന്നതായിട്ട് അവന് തോന്നി. ഈ ലോകത്തിലുള്ള വിഷയങ്ങളുടെ വോളിയം, അതിൻ്റെ ചിന്തകൾ, അതിൻ്റെ ശബ്ദം, അതിൻ്റെ ടേസ്റ്റ്, അതെല്ലാം പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ അവന് അനുഭവപ്പെട്ടു. ഇപ്പോൾ ആര്യൻ്റെ ചിന്തകൾ തികച്ചും ക്ലിയറാണ്. ഒരു ദിവസം മെഡിറ്റേഷൻ്റെ സമയത്ത് ആര്യന് ശരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഞാൻ പറക്കുകയാണ്, ഈ ദേഹത്തിൽ നിന്ന് ഞാൻ പറന്ന് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. അതിസുന്ദരമായൊരു വെളുത്ത പ്രകാശത്തിന്റെ ലോകം, വളരെ ഭാരരഹിതമായിരിക്കുന്ന അവസ്ഥ. ഒരിക്കലും അതൊരു ഉറക്കമായിരുന്നില്ല, കാരണം നല്ല ബോധമുണ്ട്. ഒരു ഉറക്കത്തിൽ സ്വപ്നം കാണുകയല്ല ഞാൻ എന്നവന് ബോധമുണ്ടായി. അവനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആനന്ദദായകമായിരുന്നു. ഉണർന്നിരുന്നുകൊണ്ട് യാതൊരു ചിന്തകൾ ഉലച്ചിലുമില്ലാതെ ലൈറ്റായി ഒരു പ്രകാശ ലോകത്തിലേക്ക് പോകുന്നൊരു അനുഭൂതി. അപ്പോൾ ഗ്രാൻഡ്മയോട് ചോദിച്ചു, ഗ്രാൻഡ്മ, ഇത് ഏതാണ് ഈ സ്ഥലം? ഞാൻ സ്ഥലത്ത് പോയപ്പോൾ അമ്മൂമ്മയെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ്, കൂടെ ചെയ്യിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ചോദിച്ചു, സ്ഥലം ഏതാണ്? അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, ഇപ്പോൾ നീ സൂക്ഷ്മലോകം വിസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നീ നിൽക്കുന്ന സൂക്ഷ്മലോകത്തിലാണ്. ആരാണോ നിർവികാരികളായിട്ടുള്ളത്, വൈസ്ലെസ് ആയിട്ടുള്ളവർ, ഈ പാസ്വേഡ് ആരുടെ പക്കലുണ്ടോ അവർക്ക് മാത്രമേ ഈ വൈഫൈ ഓണാക്കി ആ നെറ്റ്വർക്കിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ.
അപ്പോൾ വൈസ്ലെസ് ആയിട്ടുള്ളവർക്ക് മാത്രം കയറാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ സൂക്ഷ്മലോകം. ആ ദിവസം മുതൽ ആര്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? തൻ്റെ മനസ്സിലുള്ള മറ്റു ചിന്തകളെല്ലാം ഒഴിവാക്കാൻ തുടങ്ങി. ഓവർ തിങ്കിങ്, അനാവശ്യമായി ചിന്തിക്കുന്ന ശീലം ഒഴിവാക്കാൻ തുടങ്ങി. പണ്ടത്തെ പോലെ ഇമോഷണൽ ആകുന്നില്ല. പകരം ഏതൊരു കാര്യത്തിലും അവൻ സോൾവ് ഫീലിംഗ്, ആത്മാവിന്റെ ഫീലിങ്സ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു, നല്ലൊരു മാറ്റമാണല്ലോ ആരിൽ വന്നിരിക്കുന്നത്. പണ്ടത്തെ ഇതുപോലെയല്ല. ആ മുഖത്താണെങ്കിലും നല്ലൊരു ദിവ്യത, ഒരു തിളക്കം, അവന്റെ ചുണ്ടുകളൊരു വശ്യത, അവന് ആങ്സൈറ്റി ഇല്ല. അവൻ ഏത് കാര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു. മോർ ക്ലാരിറ്റി, അല്ലെ, ഏത് കാര്യം കൃത്യത. അപ്പൊ അങ്ങനെ ആ ആര്യൻ കണ്ടെത്തി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ്ങറായ വൈഫൈ സൈലൻസിൻ്റെതാണ്. ആ സൈലന്റ് കണക്ഷൻ വിത്ത് ദ സുപ്രീം, പരംപിത പരമാത്മായിട്ടുള്ള ആ നിശബ്ദമായ കണക്ഷനാണ് യഥാർത്ഥ വൈഫൈ. അതാണ് സ്ട്രോങ്. പാസ്വേഡ് എന്താണ്? വൈസ്ലെസ് ആണ്. അതും മനസ്സിലാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? യു ഡോണ്ട് നീഡ് ടു എസ്കേപ്പ് ദ വേൾഡ് ടു ഫീൽ പീസ്. യു ജസ്റ്റ് നീഡ് ടു അൺപ്ലഗ് ഫ്രം ദ നോയ്സ് ആൻഡ് പ്ലഗ് ഇൻ ടു ദ സൈലൻസ്. നമുക്ക് ഇന്ന് എല്ലാവരും നിശബ്ദത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തയില്ലാണ്ടാകൂ. ചിന്തിക്കരുതെന്ന് വിചാരിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തകളെ നിന്നും ഇല്ലാതാകാനതിന് പകരം മതി, ശബ്ദത്തിനുപരിയായ ഒരു ലോകത്തിലേക്ക്, സമ്പൂർണ്ണ നിശബ്ദതയിലേക്ക് നമ്മൾ പ്ലഗ് ചെയ്യൂ മനസ്സിനെ. അപ്പോൾ മറ്റേ പ്ലഗ് ഓട്ടോമാറ്റിക് ഊരിക്കോളും. ആ പ്ലഗ് ഊരാൻ പറ്റില്ല. ഇത് കുത്തുമ്പോൾ മറ്റേ പ്ലഗ് ഓട്ടോമാറ്റിക്കലി ഊരിപ്പോവും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കുറഞ്ഞതൊരു 10 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുക. പിന്നെ പ്രാക്ടീസ് റിഫൈൻ തിങ്കിങ്. നല്ലതുപോലെ റിഫൈൻ ചെയ്യപ്പെട്ട നല്ല നല്ല ചിന്തകൾ, അതായത് പ്യുവർ പോസിറ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ, വളരെ ശുദ്ധമായ പോസിറ്റീവായിട്ടുള്ള പർപ്പസായ ചിന്തകളെ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുക. പിന്നെയോ കണക്ട് വിത്ത് യുവർ ഹയസ്റ്റ് സെൽഫ് ത്രൂ ദ മെഡിറ്റേഷൻ. ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫിനെ പരമാത്മാവായിട്ട് ബന്ധിപ്പിക്കുക. നമ്മുടെ സ്ട്രോങ്ങർ കണക്ഷൻ, നമ്മുടെ ആ ഓർമ്മയുടെ ശക്തി ദൃഢമാക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ദ പവർ ടു ബിക്കം വൈസ്ലെസ് കംസ് ഫ്രം ദ സെൽഫ് ഡിസിപ്ലിൻ. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് വൈസ്ലെസ് ആകാനായിട്ട് സാധിക്കൂ. അതിന്റെ ശക്തി നമുക്ക് കൈവരുള്ളൂ. പിന്നെ എ റിഫൈൻഡ് ഇന്റലക്ട് ഡിസൈഡ് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ്. അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ബുദ്ധിയോഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്നത്. ഒരു ശക്തിശാലി GPS ആണിത്. നല്ലൊരു കണക്ഷനാണിത്. നമ്മൾ ഏത് ദിശയിൽ പോകണമെന്ന് നമുക്ക് GPS ഡയറക്ഷൻ കാണിച്ചു തരുന്ന പോലെ ഈ ഒരു സ്പിരിച്വൽ GPS, ഒരു ഡിവൈൻ ഇന്റലക്ട്, വൈസ്ലെസ് ആയിട്ടുള്ള ബുദ്ധി, നമുക്ക് റിഫൈൻഡ് ആയ ബുദ്ധി നമുക്ക് നല്ലൊരു GPS പോലെ ആക്ട് ചെയ്യും. ഒരിക്കലും നമ്മുടെ മാർഗങ്ങൾ തെറ്റാവില്ല, തീരുമാനങ്ങളും തെറ്റാവില്ല. അതുകൊണ്ട് എന്താണ് ശരിയായ ഓർമ്മയെന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പവർഫുൾ ആയൊരു മനോനില ഏതൊരു സാഹചര്യത്തിലും മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെ ട്രൂ റിമെമ്പറൻസ് എന്ന് പറയുന്നു. യഥാർത്ഥ ഓർമ്മ എന്ന് പറയുന്നത് ഇതിനെയാണ്. അതായത് മെന്റൽ വൈഫൈ. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പരമാത്മാവുമായിട്ട്, പരമാത്മ ശക്തിയുമായിട്ട് നമ്മൾ ബന്ധിക്കപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള ആകർഷണങ്ങളും ഈ ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കില്ല. അതോടൊപ്പം തന്നെ 3 ലോകത്തിന്റെ അനുഭൂതി ചെയ്യണം. ഭാരരാഹിത്യത്തിന്റെ, സൂക്ഷ്മ ലോകത്തിന്റെയും അതിനപ്പുറം ബ്രഹ്മലോകത്തിന്റെയും ഫീലിംഗ് ചെയ്യും. പിന്നെ മായ എന്ന് പറയുമ്പോൾ അത് വലിയ പവർഫുൾ സാധനമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിന്റെ സ്റ്റേജ്, നമ്മുടെ തോട്ട്സ് ഡിവൈൻ ആക്കി വെക്കുകയാണെങ്കിൽ ഒരിക്കലും മായയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദ നെഗറ്റിവിറ്റി ബിക്കംസ് പവർലെസ് വെൻ അവർ തോട്ട്സ് ബിക്കം ഡിവൈൻ. നമ്മുടെ ചിന്തകൾ ശക്തിശാലിയാണെന്നിരിക്കെ ഒരു നെഗറ്റീവ് തോട്ട്സും നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഭഗവാൻ നൽകുന്ന വരദാനം അനുസരിച്ച് വൈസ്ലെസിന്റെ ശക്തിയിലൂടെ സൂക്ഷ്മവദനത്തിന്റെ
അല്ലെങ്കിൽ 3 ലോകത്തിന്റെ അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലിയായിട്ട് ഭവിക്കൂ. ഓം ശാന്തി.